ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയവും ദൈവം അതിൽ വസിക്കുന്നുവെന്നും യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന ആദ്യത്തെ ഭാഗങ്ങളിൽ ഒന്നാണത്. ഈ വിശുദ്ധ ദിവസങ്ങൾ നമ്മളെ പുറം കാഴ്ചകളിലേക്ക് നയിക്കുന്ന ശരീരത്തിൻ്റെ എല്ലാ വാതായനങ്ങളും അടച്ചിട്ട് യേശു തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കണമെന്ന് ദൈവം നമ്മളോട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ്. കതകടച്ച് അലമുറയിട്ട് പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരൻ്റെ അടുത്തും കൈകൾ കൂപ്പി കണ്ണുകൾ ഇറുക്കിയടച്ച് പ്രാർത്ഥിക്കുന്ന പരീശന്മാരുടെ അടുത്തു നിന്നുമാണ് യേശു തമ്പുരാൻ ശിഷ്യന്മാരെ ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എല്ലാ കാഴ്ചകൾക്കും നേരെ നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കണം എന്ന് യേശു തമ്പുരാൻ ആവശ്യപ്പെടുന്നു. ഗുരു തൻ്റെ ശിഷ്യനെ ധ്യാനം ശീലിപ്പിക്കുകയാണ്. കൂടാരത്തിന് കീഴിൽ ഗുരുവും ശിഷ്യനും മാത്രം. ഗുരു ശിഷ്യനോട് ഇങ്ങനെ പറയുന്നു, വാതായനം അടയ്ക്കുക. അവൻ കൂടാരത്തിൻ്റെ വാതിലുകളൊക്കെ അടച്ചു. തിരികെ എത്തി അവനോട് ഗുരു വീണ്ടും പറയുന്നു, വാതിലുകളെല്ലാം നീ അടയ്ക്കുക. അവൻ ചുറ്റും നോക്കി, ഒരു ജാലകം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവൻ അത് അടച്ചു. ഗുരു വീണ്ടും പറഞ്ഞു, നീ വാതിലുകൾ എല്ലാം അടയ്ക്കുക. വിഷ്ണനായി നിൽക്കുന്ന അവനെ ഗുരു നോക്കി. പരിഭ്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ കരം ഗ്രഹിച്ച് ഗുരു കൂടാരത്തിന് പുറത്തേക്ക് യാത്ര കൊണ്ടുപോകുന്നു. ഉദ്യാനത്തിൽ വെച്ച് അവനോട് ഗുരു ഒരിക്കൽ കൂടെ ഇങ്ങനെ പറയുന്നു, വാതായനങ്ങൾ എല്ലാം അടയ്ക്കുക. അപ്പോൾ ഒരു പ്രകാശം അവൻ്റെ മിഴികളിൽ ഇങ്ങനെ മിന്നി. അവന് പൂന്തോട്ടത്തിൽ എല്ലാ വാതിലുകളും അടച്ച് ഏകാഗ്രനായി. ഗുരുവിനെയും അവനെ തന്നെയും വിസ്മരിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ അനുഭവിക്കുവാൻ അടഞ്ഞ വാതിലുകളിൽ അവൻ ഇങ്ങനെ നിൽക്കുന്നു. വാതായനങ്ങൾ അടയ്ക്കേണ്ടുന്ന യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുന്ന അവൻ സ്വയം പ്രകാശിതനായി എന്നാണ് കഥയുടെ അവസാനം. ശ്രീകോവിലിന് മുന്നിൽ എത്തി നിൽക്കുന്ന കാളിദാസൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അകത്താരാണ്? ആത്മജ്ഞാനത്തിലെത്തുന്ന എല്ലാവരും ഒരുപക്ഷെ സ്വയം ചോദിച്ചിരിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണത്. ശ്രീകോവിലിന് ദേവാലയമെന്നോ ഹൃദയമെന്നോ ഒക്കെ അർത്ഥം കൽപ്പിക്കുമെങ്കിൽ കൊട്ടിയടയ്ക്കപ്പെടുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ചോദ്യത്തിന് സാധ്യത ഇപ്പോഴുമുണ്ട്. നിങ്ങളുടെയൊക്കെ അകത്ത് ആരാണ്? നമ്മുടെ അകത്ത് ആരാണ്? അടയ്ക്കപ്പെട്ട വാതിലുകൾക്കുള്ളിൽ ജാഗരൂകരായി പ്രാർത്ഥനയോടെ ഇരിക്കുന്നവർ കേൾക്കുന്ന ശബ്ദമാണ് പ്രതീക്ഷ. അത് നൽകുന്നതാണ് ശരിക്കും പ്രത്യാശ. നിങ്ങൾക്ക് സമാധാനമുണ്ടായിരിക്കട്ടെ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നന്മ നിറഞ്ഞ സമാധാന ആശംസ. നോമ്പുകാലത്തിൻ്റെ ഇനിയുള്ള പവിത്രമായ ദിവസങ്ങൾ വാതായനങ്ങളൊക്കെ കൊട്ടിയടച്ചിരുന്നിട്ട് അവൻ്റെ വലിയ സമാധാന ആശംസയ്ക്കായി കാതോർക്കാം. നോമ്പ് ശരിക്കും മണ്ണിൻ്റെ മക്കളെ വിണ്ണേറ്റുന്നതാണെന്നാണല്ലോ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പറയുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ വാതിലുകളൊക്കെ അടച്ച് വലിയ ജാഗ്രതയോടെ അവൻ്റെ ആ സന്തോഷ വാർത്ത, സമാധാന ആശംസ കേൾക്കുന്നതിനായിട്ട് കാതോർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.